നിങ്ങൾ പറ, കോൺഗ്രസ് പറയൂ. കോൺഗ്രസിന്റെ ഏത് നിങ്ങളുടെ UDF-ന്റെ കൺവീനറല്ലേ വലത്ത് നിൽക്കണേ? സ്വർണം കട്ടയാളും വാങ്ങിച്ച ആളും അല്ലേ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണം? നിങ്ങൾ പറയൂ. ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? ആർക്കും സംശയങ്ങൾ ഉന്നയിക്കാം. ഇവിടെ വീണ്ടും ആവർത്തിച്ചതുപോലെ അപക്വമായ സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഇവിടെ പറയുകയാണ്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 15 ദിവസത്തിനുള്ളിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു കേസ് കുറ്റപത്രം വൈകിയാൽ ക്വാഷ് ചെയ്യപ്പെടും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഡിവിഷൻ ബെഞ്ച് 15 ദിവസം കൊണ്ട് റിവ്യൂ ചെയ്യുന്ന ഈ കേസിനെ കുറിച്ച് ജാമ്യം പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. ആവർത്തിച്ച് തല്ലുകൊണ്ടാൽ നാണമില്ലാത്ത ജന്തു. ബാക്കിൽ അടികൊണ്ട് മാരുതി വേണ്ട ബാക്ക് പോലെ ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം. മിസ്റ്റർ അഭിലാഷ്, ഞാൻ ചോദിച്ചല്ലോ, എന്താ ഈ കേസിൽ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും മനസ്സിലാക്കിയിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് മാത്രമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഒരു പ്രതി ജാമ്യാപേക്ഷ കൊടുക്കും, അത് സിംഗിൾ ബെഞ്ചിന്റെ മുമ്പിൽ വരും. ആ പ്രതി കൊടുക്കുന്ന ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ കേസിനെ പ്രകീർത്തിച്ചുകൊണ്ടല്ല, തനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി എന്ത് ഡിഫൻസും വക്കീലെടുക്കും. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ആ ഡിഫൻസിന് മറുപടി ചോദിക്കും. ആ മറുപടിയുടെ ഇടയിൽ പല സംശയങ്ങളും സിംഗിൾ ജഡ്ജി ചോദിച്ചു. ഒരിക്കലും സിംഗിൾ ജഡ്ജിന്റെ മുന്നിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. അത് സീൽഡ് കവറിൽ ഡിവിഷൻ ബെഞ്ചിൽ തന്നെയാണ്. ഇതൊക്കെ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ വർഷമായി മാധ്യമ പ്രവർത്തനമൊക്കെ നടത്തി, പല ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചർച്ച നടത്തിയ അങ്ങയ്ക്ക് ബോധ്യമുണ്ടാകും. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? അന്ന് പറഞ്ഞ വാദം ഹൈക്കോടതിയിൽ വരണം കാഷ് ചെയ്യാൻ. ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ 100% ശരിയായ അഭിപ്രായമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നാൽ, ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നതാണ്, ആവർത്തിച്ച് എന്നാണ് ഞാൻ പറഞ്ഞത്. യെസ്, അതിൽ ക്ലാരിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രതി അയാൾക്ക് ജാമ്യം കിട്ടാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വഴി എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ എക്സ്ക്ലൂസീവ്ലി അദ്ദേഹത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നതല്ല. 17-ാം ദിവസം രാഹുൽ മാങ്കൂട്ടിന് ജാമ്യം കിട്ടി. ഏത്? 3ാമത് അതിജീവിതയുടെ കേസിൽ ജീവപര്യന്ത തടവ് കിട്ടാൻ സാധ്യതയുള്ള ഒരു റേപ്പ് കേസിൽ 17-ാം ദിവസം ജാമ്യം കിട്ടി. അത് കുറ്റപത്രം കൊടുത്തിട്ടാണോ? വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. കുറ്റപത്രം ഒന്നും അതിലൊരു ഘടകമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് ഓരോ ഘട്ടത്തിലും അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാ? താങ്ങുവീടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നുണ പറഞ്ഞ് അവസാനം പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. അതുപോലെ ഒരു കോടീശ്വരന് ഇത് വിറ്റു എന്ന് പറഞ്ഞു. ആ കോടീശ്വരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശനും പറഞ്ഞു, ശ്രീ രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അവസാനം അത് കള്ളമാണെന്ന് മനസ്സിലായി. എന്നോട് സംസാരിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പഞ്ചലോക വിഗ്രഹം വിറ്റു, അത് വിദേശത്തേക്ക് കടത്തി എന്ന് പറഞ്ഞു. കുറെ നാൾ അതിന്റെ പുറകെ അന്വേഷണം പോയി. അന്വേഷണ ഏജൻസിയിൽ 2 CPM ബന്ധമുള്ളവരെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ് പല ആരോപണം. ഈ ആരോപണങ്ങളൊക്കെ എവിടെ പോയി? അല്ലടാ ആണ് എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ. അല്ലടാ, ഏറ്റവും ആദ്യം അടൂർ പ്രകാശ് പറഞ്ഞ വാചകം അറിയോ? ഞാൻ ഒരിക്കൽ സോണിയാഗാന്ധിയെ കാണാൻ അവിടെ എത്തുകയും അവരെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു, ഇതാരാണെന്ന് അറിയില്ല, കാരണം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല, ഇപ്പോൾ എവിടെ നിന്നോ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വന്നുള്ള ആളെന്ന നിലയിൽ ഞാൻ അവിടെ വെച്ച് കണ്ടു. ഏത്? നമ്പർ 10 ജനപതിൽ വെച്ച് കണ്ടു. അതിനൊന്നും ഇല്ലേ? രണ്ടാമത് എന്താ പറഞ്ഞേ? ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഞാൻ ഈ പോറ്റിയെ കണ്ടു, പരിചയപ്പെട്ടു, അതിനു മുമ്പ് എനിക്ക് അറിയില്ല. മൂന്നാമത് എന്താ പറഞ്ഞേ? പലതവണ പത്തനംതിട്ട വീട്ടിൽ പോയി അങ്ങോട്ടും കണ്ടിട്ടുണ്ട് ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട്, പല ബന്ധമുണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കട്ടയാൾ, അതുപോലെ മോഷണം മുതൽ വാങ്ങിയയാൾ, അത് ഉരുക്കിയയാൾ, അതെങ്ങനെ നമ്പർ 10 ജനപതിൽ 2 തവണ എത്തി? എങ്ങനെ സോണിയാഗാന്ധിക്ക് ആദ്യം കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു, പിന്നെ വലിയ പൊതി കൊടുത്തു? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. കോൺഗ്രസ് പറഞ്ഞാൽ പോരെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പോയത് അല്ലെങ്കിൽ ചെയ്തത്. ഈ നുണ അടൂർ പ്രകാശ് പറയണോ? UDF-ന്റെ കൺവീനർ പറയണോ? ഇപ്പൊ ഞങ്ങൾ പറയുന്നതാണ് കുറ്റം. ഏത്? കെ കരുണാകരന് പോകാൻ കഴിയാത്ത, ഹേമന്ത വിശ്വശർമ്മയ്ക്ക് പോകാൻ കഴിയാത്ത, കെ മുരളീധരന് പോകാൻ കഴിയാത്ത, ഇന്ത്യയിലെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും പോകാൻ കഴിയാത്ത നമ്പർ 10 ജനപതിൽ എത്താൻ അദ്ദേഹത്തിന് കഴിയും. അവിടെ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കാൻ കഴിയും. അത്തരം ഒരു സാഹചര്യത്തെ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല, കോൺഗ്രസിന് തന്നെയാണ്. ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമല്ല, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ
ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഈ അന്വേഷണ ഏജൻസിയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പത്മകുമാറിനെയും വാസുവിനെയും അന്ന് അറസ്റ്റ് ചെയ്യരുത്, ഇലക്ഷൻ കഴിയട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് ഞങ്ങൾ പറയുമായിരുന്നില്ലേ? അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അന്നും 2 MLA-മാർ നിരാഹാരം ഇരുന്നല്ലോ, ഇപ്പോഴും 2 MLA-മാർ ഉപവാസം ഇരുന്നല്ലോ. എവിടെ പോയി MLA-മാർ? അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കാൻ, കപടമായ പ്രതീതികൾ ജനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള സമരം ജനങ്ങൾ തിരിച്ചറിയും. കഴിഞ്ഞിട്ടില്ല. ജയിലിൽ കിടക്കുന്നത് നമ്പർ 10 ജനപത്തിലെ ചായക്കടക്കാരനാണോ അതോ ACC ഓഫീസിലെ ക്യാൻറ്റീൻ നടത്തിപ്പുകാരനാണോ? അല്ലല്ലോ. ജയിലിൽ കിടക്കുന്നത് നിലവിലെ ഇതാ ഈ അന്വേഷിക്കണം, എങ്ങോട്ട് പോകുന്നവരാണോ ഇനി പോകാൻ പോകുന്നവരാണോ എന്ന് അന്വേഷിക്കണം. ജയിലിൽ കിടക്കുന്നതിൽ രണ്ടാമൻ നിങ്ങളുടെ മുൻ ജില്ലാ കമ്മിറ്റി കുറെ നാളായി നമ്മൾ ചർച്ച ചെയ്താൽ നിങ്ങൾ പഠിപ്പിക്കണ്ട, നമുക്കറിയാം. അത് ഞങ്ങൾ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. താങ്കൾ സംസാരിച്ചപ്പോൾ ഒരുപാട് തവണ ഉത്തരം പറയാനുണ്ടായിട്ട് കൈ ഉയർത്തി മിണ്ടാതിരുന്ന ആളാണ്. ആ മര്യാദ ഞാൻ തിരിച്ചു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. താങ്കൾ മനസ്സിലാക്കേണ്ടത് ജയിലിൽ കിടക്കുന്ന ഒരാൾ ഇതാ ഈ മണിക്കൂറിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ മെമ്പറാണ്, മറ്റൊരാൾ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ മുൻ മെമ്പറാണ്, വേറൊരാൾ കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും നിങ്ങളുടെ LC-യുടെ മെമ്പറുമാണ്. ഇനി നിങ്ങൾക്ക് ഇനി പിന്നെ പറയാണ് അയ്യോ സോണിയാഗാന്ധിയെ പരിശോധിക്കുക അരുൺകുമാർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കൂ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നിങ്ങൾ പറയുന്നു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു. ഏത് ബ്രേസ്ലെറ്റ്? അത് ബ്രേസ്ലെറ്റ് ആണോ എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? എടോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കവിടെ ഊഹിക്കാൻ പാടില്ലേ? സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ശബരിമലയിലെ ഒരു പോറ്റി. സ്വാഭാവികമായും വിശ്വാസത്തിന്റെ ഭാഗമാണ്. അയാൾ ഒരു പെർമിഷൻ ചോദിച്ചു. അയാൾ പെർമിഷൻ ചോദിച്ചു സോണിയാഗാന്ധി കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ പറയരുത്. നമ്പർ 10 ജനപത്തിൽ അങ്ങ് പോയിട്ടുണ്ടോ? ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ 1 രൂപയുടെ കോയിൻ ഉണ്ടെങ്കിൽ പോലും അത് സെക്യൂരിറ്റി മോണിറ്ററൈസ് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് വലിയ കവറിൽ ചാക്കുകെട്ടിൽ ഇതാ സ്വർണം കൊണ്ടുപോയി കൊടുത്തു എന്ന കണക്കിന്. എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്? ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന വിവരം പറയണ്ടേ? 2 കവറിൽ എന്തായിരുന്നു? കൊടുത്ത കവറിൽ എന്താ പൂവായിരുന്നോ? കൊടുത്ത കവറിൽ എന്താ പൂവായിരുന്നോ? കോൺഗ്രസ് പറയൂ. കോൺഗ്രസിന്റെ ഏത് നിങ്ങളുടെ UDF-ന്റെ കൺവീനറല്ലേ വലത്ത് നിൽക്കണേ? സ്വർണം കട്ടയാളും വാങ്ങിച്ച ആളും അല്ലേ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണം? നിങ്ങൾ പറയൂ. ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? എന്താണ് SIT-ക്ക് പറ്റാത്തത്? എന്തുകൊണ്ടാണ് SIT-ക്ക് പറ്റാത്തത്? നിങ്ങൾ പാട് നടന്നില്ലേ? അത് SIT-യുടെ റിപ്പോർട്ട് ഞങ്ങളും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വരട്ടെ. അടിച്ച് പല്ലണാക്കിലാക്കിയാൽ ആ ചെരിയും അവിടെ വെക്കും. ഇതേ മാതൃഭൂമിയിൽ ഇതേ അഭിലാഷ് നടത്തുന്ന ചർച്ചയിൽ നിങ്ങളുടെ മറ്റൊരു സഹപ്രവർത്തകൻ 1 മാസം മുമ്പ് പറഞ്ഞു ഇതാ നമ്മുടെ അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നേ നോട്ടീസ് കൊടുക്കാൻ പറ്റിയോ SIT-ക്ക്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എന്തുകൊണ്ടാ പറ്റാത്തത്? ഒരു കണികയുടെ പോലും, സംശയത്തിന്റെ കണികയുടെ പോലും ആരോ ഈ പറയുന്ന അടൂർ പ്രകാശിനോ കോൺഗ്രസ് ലീഡർഷിപ്പിനോ നേരെ നീട്ടിവെക്കാൻ നിങ്ങളുടെ SIT സംഘത്തിനോ നിങ്ങളുടെ സോണിയാഗാന്ധിയെ പറ്റി അന്വേഷിക്കാൻ ഒരു വാക്ക് കിട്ടിയാൽ ED അടക്കമുള്ള സെൻട്രൽ ഏജൻസികൾ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് ഒരു 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർ വിശ്വസിക്കോ? ഒന്ന് പോയേ ആരായാള്? എന്നാ പിന്നെ എന്താ കൊടുത്തേന്ന് താങ്കൾ പറഞ്ഞാൽ ഇനി ഞങ്ങൾ ഉന്നയിക്കില്ല. ആ കവറിൽ എന്തായിരുന്നു, എന്താണ് കയ്യിൽ കെട്ടിക്കൊടുത്തത് എന്നൊന്ന് പറഞ്ഞാൽ. അവന് മനസ്സിലാവണില്ലോടാ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? എങ്ങനെ പോറ്റി ശബരിമല നമ്പർ 10 ജനപതിൽ എത്തി എന്നൊന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉന്നയിക്കില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. തോറ്റു. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല.